അറിയുക എന്നതാണ് ജീവിക്കുന്ന കാലത്ത് നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇതിനു മുമ്പ് നമ്മുടെ ഉപ്പാപ്പമാരായിരുന്നു ഇവിടെ താമസിച്ചത്. അവരൊക്കെ എങ്ങോട്ടേക്കാണ് പോയത്? എന്തിനു വേണ്ടിയായിരുന്നു അവരൊക്കെ ഇവിടെ വന്നത്? ഒരു മനുഷ്യന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്? ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ചിന്തയാണ് നാം എന്തിനു ജീവിക്കും. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടി നമ്മൾ പുറപ്പെട്ടാൽ പരിശുദ്ധമായ ഇസ്ലാം മതത്തിന് കൃത്യമായ ഉത്തരം നമുക്കതിന് ലഭിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞവനാണ്. അവൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചു. എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാനാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത്? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയ മനുഷ്യരെ പല രീതിയിലും അല്ലാഹു തആല പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ ഒന്ന് നമ്മുടെ ശാരീരികമായ അവസ്ഥകളെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം തന്നെയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹു അഹ്സനുൽ ഖാലിഖ്, അല്ലാഹു ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ നന്നായി നമ്മളെ സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹു നമ്മളിൽ വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് പലതരത്തിലാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളാരും ആഗ്രഹിക്കുന്ന വിധത്തിലല്ല അല്ലാഹു നമ്മളെ പഠിച്ചത്. നമ്മളാരും ഒരപേക്ഷ കൊടുത്ത് എന്നെ ഒന്ന് സൃഷ്ടിച്ചു തരുമോ എന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിലല്ല അല്ലാഹു നമ്മളെ പഠിച്ചത്. തികച്ചും അല്ലാഹു സൗജന്യമായി അവന്റെ വകയായി നമ്മളെ സൃഷ്ടിച്ചു തന്നതാണ്. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ പരീക്ഷണാർത്ഥം വ്യത്യസ്ത അവസ്ഥകൾ നമുക്ക് തന്നിട്ടുണ്ട്. ചില ആളുകൾ നിറം അവരുടേത് കറുത്ത നിറമായിരിക്കും, ചിലരുടേത് വെളുത്ത നിറമായിരിക്കും, ചിലർ ഇരുണ്ട കളറായിരിക്കും. ചില ആളുകൾക്ക് കൂടുതൽ നീളമുണ്ടാകും, ചില ആളുകൾ കുടിയവരായിരിക്കും, ചില ആളുകളുടെ കൈകാലുകൾക്ക് വൈകല്യങ്ങളുണ്ടാകും, ചില ആളുകൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ചില ആളുകൾക്ക് കാത് കേൾക്കാൻ പറ്റില്ല, ചില ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ചില ആളുകൾക്ക് ബുദ്ധി തന്നെ ഇല്ല, വേറെ ചില ആളുകൾക്ക് ആന്തരികമായ അവയവങ്ങൾക്ക് തകരാറുണ്ടാവും. ഇതൊന്നും അല്ലാഹുവിന് നമ്മളെ പരിപൂർണമായി സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പിന്നെയോ നമ്മളെ ഓരോരുത്തരെയും പരീക്ഷിക്കുകയാണ്. ശാരീരിക വൈകല്യമുള്ളവരെ അല്ലാഹു തആല സൃഷ്ടിച്ചതിലൂടെ രണ്ട് വിഭാഗത്തെ അല്ലാഹു പരീക്ഷിക്കും. ഒന്ന്, ആ വൈകല്യമുള്ളവരെ തന്നെ പരീക്ഷിക്കാൻ. രണ്ടാമത്തത്, ശാരീരികമായി വൈകല്യമില്ലാത്തവരെ പരീക്ഷിക്കുന്നു. വൈകല്യമുള്ളവരെ നിങ്ങൾ പരിരക്ഷിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് ആരോഗ്യവും ശേഷിയുമുള്ളവരെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. അങ്ങനെ ഈ പരീക്ഷണങ്ങളിൽ ഓരോരുത്തരും അവന്റെ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് അവൻ വിജയിയായിത്തീരുക. ആ പരീക്ഷണങ്ങളുടെ അവസാന